ഹൈദരാബാദ് ഇത് ഫൈനലാണെന്ന് മറന്നിരിക്കുകയാണ്. അതുപോലത്തെ പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. 113 റൺസിൽ ഹൈദരാബാദ് ഓൾ ഔട്ടായി. ഹൈദരാബാദിന് പകരം രാജസ്ഥാൻ ആണെങ്കിൽ ഇതിനേക്കാൾ മികച്ച കളി ഫൈനലിൽ കാഴ്ചവെച്ചേനെ. അല്ലെങ്കിൽ RCB ആയാലും നല്ല കളി പുറത്തെടുത്തേനെ. ഹൈദരാബാദ് എങ്ങനെ ഫൈനലിൽ എത്തിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ന് കൊൽക്കത്തയുമായി കളി തോറ്റ ശേഷം ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫൈനലിൽ കളി തോറ്റ ശേഷം കമ്മിൻസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ ഹൈദരാബാദ് ടീമിനെ ഒരു കപ്പ് നേടിക്കൊടുക്കണം. അതായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ തോൽക്കാൻ കാരണം അത് ബാറ്റിംഗ് ആണ്. ബാറ്റിങ്ങിൽ ആരും തന്നെ ഫോമായില്ല. ഞാൻ അവസാനം കുറച്ചു നേരം പിടിച്ചു നിന്നു. ഈയൊരു പിച്ചിൽ ബാറ്റ്സ്മാൻമാർക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ചെന്നൈയിലെ പിച്ച് ഞങ്ങൾക്ക് എതിരാണ്. ഇവിടെ ബൗളേഴ്സിനാണ് ആനുകൂല്യം. പക്ഷേ സെക്കൻഡ് ബാറ്റുകാർക്ക് ഈസി ആയിട്ട് റൺസ് നേടാം. ഈയൊരു പിച്ചിൽ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. കൊൽക്കത്ത മികച്ച ടീമാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അവർ മികച്ചു നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പകരം രാജസ്ഥാനാണ് ഇന്ന് കളിച്ചെങ്കിൽ ചിലപ്പോൾ കൊൽക്കത്ത ടീമിനെ തോൽപ്പിക്കാൻ സാധിച്ചേനെ. എനിക്കിപ്പോൾ അതാണ് തോന്നുന്നത്. ഞങ്ങൾ ഫൈനലിലേക്ക് എത്തേണ്ട ടീമല്ല. ഞങ്ങളത് അർഹിക്കുന്നില്ല. അതുപോലത്തെ മോശം പ്രകടനമാണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. കളി തോറ്റതിൽ നിരാശയുണ്ടെന്നും അടുത്ത വർഷം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പാറ്റ് കമ്മിൻസ് വ്യക്തമാക്കി. ഹൈദരാബാദിന് പകരം രാജസ്ഥാൻ ആണെങ്കിൽ ചിലപ്പോൾ കൊൽക്കത്തയ്ക്കെതിരെ ജയിച്ചേനെ. കാരണം ഈ സീസൺ IPL-ൽ കൊൽക്കത്തയെ രാജസ്ഥാൻ തോൽപ്പിച്ചിട്ടുണ്ട്. SRH 113 റൺസിൽ ഓൾ ഔട്ട് ആകുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇതുപോലത്തെ മോശമൊരു ഫൈനൽ IPL ചരിത്രത്തിൽ ഉണ്ടായിരിക്കില്ല. ഫൈനൽ എന്ന് പറയുമ്പോൾ ആവേശകരമായ മത്സരമാണ് ആരാധകർ പ്രതീക്ഷിക്കാറ്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.